നമ്മുടെ അക്ബറിനിട്ടൊരു കൊട്ട് കൊടുത്തിരിക്കുകയാണ്, ഇൻഡയറക്റ്റായിട്ടൊരു കൊട്ട് കൊടുത്തിരിക്കുകയാണ് സാബുമോൻ. സാബുമോൻ പറയുകയാണ് പഴയ കാലത്ത് ഗ്രൂപ്പുകളുണ്ടായതിനെക്കുറിച്ചും സംഘങ്ങളുണ്ടായതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുന്ന വഴിയിൽ സാബുമാൻ ഇങ്ങനെ പറയുന്നുണ്ട്, നായാടികൾ ഒരുമിച്ച് നായാട്ടിനിറങ്ങിയിട്ട് കുറേ അടിമകളെ പിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഒരു വർഷത്തിലൊരിക്കൽ മാസീവായിട്ട് അവർ കൂട്ടക്കുരുതി കൊടുക്കുന്നു. അതേപോലെയാണ് ഇവിടെ അക്ബറിൻ്റെ സംഘം പൊളിഞ്ഞിരിക്കുന്നത്, അക്ബർ ഉണ്ടാക്കിയ ഗ്രൂപ്പുകളെല്ലാം പൊളിഞ്ഞിരിക്കുന്നത് എന്നാണ് സാബുമോൻ പറയുന്നത്. അതായത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അക്ബർ ഇവിടെ ആരുടെയൊക്കെ കൂട്ടുപിടിച്ച് കളിച്ചിട്ടുണ്ടോ അവരെല്ലാം ഔട്ടായിട്ടുണ്ട്. ഇവൻ അക്ബറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉൾപ്പെടെ, ലാസ്റ്റിൽ ജിസേൽ ഉൾപ്പെടെ എല്ലാവരും ഔട്ടായി. അപ്പം ഷാനവാസിന് അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. ഷാനവാസ് കൈകൊട്ടി ചിരിക്കുകയാണ്. എന്നിട്ട് സാബുമോൻ ഇത് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ചെറിയൊരു തീപ്പൊരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം അക്ബറിനെ വിശ്വസിക്കരുതെന്നാണ് സാബുമോൻ ഇതിനകത്തുനിന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ അക്ബർ അതെന്താണെന്നുള്ളതിൻ്റെ പോയിൻ്റ് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ആ ഒരു ഫുഡിൻ്റെ സീക്രട്ട് ടാസ്കിൽ ഒരു അക്ബറിനെ ചേർത്തു. അക്ബറിന് ശേഷം കുറച്ച് ആൾക്കാരെ ജോയിൻ ചെയ്തു ഗ്രൂപ്പിൽ, അതായത് സാബുമാനെയും ലക്ഷ്മിയെയും ബിന്നിയെയും ഒക്കെ. അപ്പം അക്ബറിൻ്റെ തീരുമാനമായിരുന്നു ഷാനവാസിൻ്റെ ഗ്രൂപ്പിൽ. അക്ബറിന് ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഷാനവാസ് ഒരിക്കലും ആരെയും ജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്നാൽ കൊള്ളില്ല എന്നറിയാഞ്ഞിട്ടും അക്ബറിൻ്റെ തീരുമാനമായിരുന്നു ഷാനവാസിനെ ഗ്രൂപ്പിൽ കയറ്റുക എന്നുള്ളത്. അത് ആ പാവം ആര്യനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചു. ഷാനവാസാണ് ഗ്രൂപ്പ് പൊളിച്ച്, മീൻസ് ആ ഒരു ടാസ്ക് പൊളിച്ച് കൈ കൊടുത്തത്. പക്ഷെ നെവിനെ പോലും കയറ്റാതെ എന്തുകൊണ്ട് ഷാനവാസിനെ കയറ്റി എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് അക്ബറിന് ആര്യനെതിരെ ഡയറക്റ്റ് കളിക്കാൻ പറ്റാത്തത് ആ ഷാനവാസിനെ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് പൊളിക്കാനായിരുന്നു അക്ബറിൻ്റെ തീരുമാനം. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാനിത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതെൻ്റെ ഒരു ഡൗട്ടാണ്. കാരണം അക്ബറിന് ഡയറക്റ്റ് ആര്യൻ്റെ അടുത്ത് കളിക്കാൻ പറ്റത്തില്ല. ആര്യനെതിരെ ഇമ്മ്യൂണിറ്റിയോ എന്തെങ്കിലും ഒരു പവർ കിട്ടുമെന്ന് അക്ബറിന് അറിയാം. അക്ബറിന് പക്ഷേ അത് പൊളിക്കണമെന്നുണ്ട്. അത് ഷാനവാസ് ഒരു പൊട്ടനാണ്. അയാൾക്ക് കളിയും അറിയില്ല, ഒരു കുന്തോ അറിയത്തില്ല, അത് വെറുതെ നിൽക്കുക. ആ സമയത്ത് അക്ബർ ഷാനവാസിലൂടെ അതങ്ങ് മൂവ് ചെയ്തതാണോ എന്നൊരു ഹിൻ്റാണോ നമ്മുടെ സാബുമാൻ അവിടെ വന്നിട്ട് ഇവർക്ക് ഇട്ട് കൊടുത്തതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും പുള്ളി ഇത് പറയുന്നുണ്ട് ഇൻഡയറക്റ്റായിട്ട്. ഇനിയെങ്കിലും ഈ പറയുന്ന ആര്യനൊക്കെ അക്ബറിനെ വിശ്വസിച്ച് താങ്ങി നിൽക്കാതിരുന്നാൽ ആര്യന് കൊള്ളാം. ഷാനവാസിന് പ്രത്യേകിച്ച് ഗെയിമും കുന്തമൊന്നും അറിയത്തില്ല. പുള്ളി അവിടെ നിന്നു, ആര്യനാണ് ഈ ഒരു ഇത് കിട്ടുന്നതെന്ന് തോന്നി, എന്തെങ്കിലുമൊക്കെ അവന് നല്ലൊരു മീൻസ് ഇമ്മ്യൂണിറ്റിയോ എല്ലാം കിട്ടുമോ എന്ന് തോന്നിയിട്ട് ഷാനവാസ് അത് പൊളിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ പുള്ളി ഒരു മൈൻഡ് ഗെയിമറല്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കളിച്ചിരിക്കുന്നത് അക്ബറാണ്. വേണമെങ്കിൽ അവർക്ക് നെവിനെ വിളിക്കായിരുന്നു, അല്ലേ? നെവിനെ വിളിച്ചായിരുന്നെങ്കിൽ മതിയായിരുന്നു. പക്ഷേ അക്ബർ നൈസായിട്ട് ആ ആര്യൻ്റെ സീക്രട്ട് ടാസ്ക് അങ്ങ് പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?